ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് 34 സൈസ് ബ്രാ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ പാറ്റേൺ എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ്. ആയിട്ട് ഇതേ 34 സൈസിന് നമ്മൾ 34നെ 4-ൽ ഒരു ഭാഗമാക്കി കണ്ട് 8.5 ഇഞ്ച് വീതം വരുന്ന ഒരു സമചതുരത്തിലുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്തത് ഇത് കുറച്ച് അളവുകളുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെയാണ് അത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിനെങ്ങനെ ഈ 2 കോണുകൾ തമ്മിൽ ഇങ്ങനെ പിടിച്ച് ഒന്ന് മടക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ നിവർത്തി നമുക്കപ്പോൾ ആ മടക്ക് ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് കാണാൻ പറ്റും. ഇത്രയും ഭാഗത്തിൻ്റെ സെൻറ്റർ കണ്ട് അടയാളപ്പെടുത്തണം. ഇത്രയും ദൂരത്തിൻ്റെ സെൻറ്റർ ഇതിങ്ങനെ മടക്കി കറക്റ്റ് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. കണ്ട, അതിനുശേഷം അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് താഴത്തോട്ട് അടയാളപ്പെടുത്താം. 1 ഇഞ്ച് അടയാളപ്പെടുത്തി അത് നമുക്കിങ്ങനെ താഴത്തേക്ക് തന്നെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ 1 ഇഞ്ച് കണ്ട് അടയാളപ്പെടുത്തിയപ്പോൾ കൂടെ നമുക്കത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് വര വരയ്ക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലാണ് നമുക്കത് മനസ്സിലാവുക കേട്ടോ. ഒരു വട്ടം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാവും. കുറേ അളവുകൾ വരുമ്പോൾ നമുക്ക് ആകെ അതുപോലെ തോന്നണ്ട. 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ വേറെ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നും കേട്ടോ. പിന്നെ പാറ്റേൺ നമുക്ക് ഒരെണ്ണം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ തുണിയിൽ നമുക്ക് ആ 34 സൈസിനൊക്കെ ഈ പാറ്റേൺ തന്നെ എടുത്ത് അടയാളപ്പെടുത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് മനസ്സിലായല്ലോ. നമ്മൾ ഈ നേരെ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 2.25 അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിലേക്ക് എവിടെയാണോ 2.25 വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. 2.25 ഈ സൈഡിലും 2.25 തന്നെ ഇപ്പുറത്തെ സൈഡിലും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ നമ്മൾ 2.25 അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ 1 ഇഞ്ച് കണ്ട് അടയാളപ്പെടുത്തിയെന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരു ഇതേപോലെ ഒന്ന് കണ്ടോ, ഇങ്ങനെയൊന്ന് ഫ്രീ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? മാർക്കർ കഴിഞ്ഞിരിക്കുക എൻ്റെ കയ്യിൽ. അപ്പോൾ അതിങ്ങനെയൊന്ന് നമുക്ക് വരച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഒരു 6.25 ഇഞ്ച് കറക്റ്റ് പറയണ അളവുകൾ തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ അളവിൽ 34 സൈസിൻ്റെ തന്നെ കിട്ടും. ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരച്ചോളൂ. പാറ്റേൺ തയ്യാറാക്കുമ്പോൾ ഒന്ന് കറക്റ്റ് അളവുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയണത് അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയോളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഈ താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 6.25 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലുമായി 1/2 ഇഞ്ച് വീതം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച്, അങ്ങനെ 1/2 ഇഞ്ച് വീതം നമുക്കിവിടെ
അടയാളപ്പെടുത്തി കൊടുക്കാം. ആ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കൂടെയും അരയിഞ്ച് വീതം നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ട, വരച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡ് വരുന്നത് നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് ഈ റൈറ്റ് സൈഡിൽ വരിക. ഇവിടെ ആം ഹോളും. അപ്പം ഞാനിവിടെ നെക്കിൻ്റെ സൈഡ് ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ അരയിഞ്ച് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടില്ലേ, അവിടെ നിന്ന് ഈ 2.25 നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനാണ് കേട്ടോ. ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ വരയ്ക്കുക. അത് വീനെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി. ഞാൻ ചെറുതായിട്ടൊരു യു പോലത്തെ നെക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വരച്ചതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക്, ഇതൊന്നും ഇതാക്കണില്ല, ഒരു 1/4 ഇഞ്ച് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ചിട്ട് ഒരു യു പോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. രണ്ടേ കാലിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പം ആം ഹോളിൻ്റെ അവിടെ വരയ്ക്കുന്നേക്കാളും മുന്നേ നമുക്ക് ഇവിടെ ഈ താഴെ നമ്മൾ ഇതിപ്പോൾ ഒരു നമുക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് പാറ്റേൺ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറക്റ്റ് അളവ് കിട്ടാനായിട്ട് ഇതിവിടെ ഒരു 4.25, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു 4.25 അടയാളപ്പെടുത്താം. ഇതിങ്ങനെ പിടിച്ച് 4.25 ഇത് ഇവിടെയാണ് വരുന്നത്. കണ്ട, അതേപോലെ തന്നെ 4.25 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ഒരു ആ 4.25 അവിടെ നിന്ന് 3 ഇഞ്ച്, അത് എവിടേക്കാണെങ്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ച് എവിടെയാണ് 3 ഇഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കറക്റ്റ് 3 ഇഞ്ച് പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. കണ്ട, നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 4.25 കണ്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് 3 ഇഞ്ച്, ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ്, 3 ഇഞ്ച്. ഇനി നമുക്കിവിടെ ഒന്നിങ്ങനെ ചെറുതായിട്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ 1 ഇഞ്ച് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കണ്ട ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുക. ഇതേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സൈഡ് പാറ്റേൺ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അടുത്ത ഭാഗം അടയാളപ്പെടുത്താം. ഇതും നമ്മൾ ആ 8.5 ഇഞ്ച് കണ്ട് എടുത്തു വെച്ച ഇതാണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അളവിൽ തന്നെ എടുക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു പീസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒരു പീസ് എടുക്കാം. ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് നമുക്ക് 2.25 ഇഞ്ച് വീതം ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. 2.25 വീതം കേട്ടോ.
ഇത് അതെ ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് അങ്ങനെ ആ മടക്ക് വന്നാൽ നമുക്ക് ആ സെൻറ്റർ ലൈൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിങ്ങനെ ഒന്ന് മടക്കണം കേട്ടോ ആദ്യം. ഉണ്ട്, അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഈ 2.25 കണ്ടേന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ആർച്ച് പോലെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. സെൻറ്ററിലേക്ക് ഇങ്ങനെ വരച്ച് അവിടെ നിന്ന് ഇപ്പുറത്ത് കണ്ട 2.25 വരയ്ക്കാം. കണ്ട ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. ഇതേപോലെ വരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.25 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.25 അടയാളപ്പെടുത്താം. ഈ സെൻറ്ററിൽ നിന്ന് ആർച്ചയെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ച് നാല് കാല് എവിടെയാണ് വരണമെങ്കിൽ അവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നാല് കാല് അടയാളപ്പെടുത്താം. ഈ മടക്ക് വരുന്നില്ലേ, അവിടെ നിന്ന് നമ്മൾ ഈ മടക്കി ഇങ്ങനെ വെച്ചേക്കണം ആ സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ടും 3.5 ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്താം. 2 സൈഡിലേക്കും 3.5 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 4.25 കണ്ടത് നേരെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നെക്ക് വരുന്ന ഭാഗത്ത് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഈ സെൻറ്ററിലേക്ക് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഇതിൻ്റെ അടയാളപ്പെടുത്തലും കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പിൻ്റെ പാറ്റേൺ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് സ്റ്റിച്ച് ആകുമ്പോൾ അതിനിങ്ങനെ സ്റ്റിച്ച് കണ്ടിട്ടില്ലേ ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇതിങ്ങനെ മുകളിലേക്ക് അടയാളപ്പെടുത്താം. അത് തുണിയിൽ അടയാളപ്പെടുത്തിയാലും മതിയിട്ട്. ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഇതിൽ പറയണമെന്നുള്ളൂ. 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ 1 ഇഞ്ച് വീതം ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ വരയ്ക്കുക. തുണിയിൽ നമുക്ക് തയ്ക്കുമ്പോൾ ചെയ്യേണ്ടതാണ് കേട്ടോ അത്. ഇതിൽ ഞാൻ കാണാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളൂ. ഇതിലിങ്ങനെ അടയാളപ്പെടുത്തണമെന്നില്ല. പിന്നെ 1/2 ഇഞ്ച് വീതം ഗ്യാപ്പിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. 1/2 ഇഞ്ച് വീതം. അത് ഇതേപോലെ ഇങ്ങനെ അതേ ശരിക്ക് ഇവിടെയും 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയോളൂ. എന്നാലേ കറക്റ്റ് അളവ് ശരിയാവുള്ളൂ കേട്ടോ. മുകളിൽ ആ ലൈനിലും 1/2 ഇഞ്ച് വീതം അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതുകളൊക്കെ ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ, അല്ല വരച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ആ തുണിയിൽ തയ്ച്ചെടുക്കാനായിട്ട്. ഒരു 4 ലൈൻ വരച്ചിട്ടുണ്ട് ഞാൻ അവിടെ. കണ്ട ഇതേപോലെ തന്നെ താഴെ നമുക്ക് 1 ഇഞ്ച് ആദ്യം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വേണം
പിന്നെ അപ്പുറത്തേക്ക് 1/2 ഇഞ്ച് വീതം. ഈ ലൈനിലും 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. കണ്ടോ? അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മളത് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സൈഡ് പീസുകളുടെ പാറ്റേൺ കൂടി തയ്യാറാക്കിയെടുക്കാം. 5 ഇഞ്ച് വീതി, ഒരു 13 ഇഞ്ച് നീളത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് നമുക്കൊരു 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നാലര ഇഞ്ച്. അത് നമുക്ക് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആം ഹോൾ വരുന്ന ഭാഗമല്ലേ, ഈ ഭാഗം അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ പോവും അല്ലേ, കണ്ട? ഇവിടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ കറക്റ്റ് 4.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് വേസ്റ്റ് വണ്ണത്തിൻ്റെ റൗണ്ട് ഇവിടേക്ക് വരേണ്ടത് ഒരു 11 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. തയ്യൽ തുമ്പ് നമുക്ക് മടക്കി തയ്ക്കേണ്ടതൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെയും മടക്കി തയ്ക്കേണ്ടതൊക്കെ നോക്കിയിട്ട് ഒരു 11 ഇഞ്ച് നീളം അടയാളപ്പെടുത്താം. കുക്ക് വെച്ച് പിടിപ്പിക്കേണ്ട സൈഡാണത് കേട്ടോ. ഇവിടെ താഴത്ത് നിങ്ങളുടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ആ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടാ? പിന്നെ ഈ പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുക്ക് വെക്കാനുള്ളതില്ലേ, അത് റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. അല്ല നമ്മൾ തുണിയിൽ തന്നെ തയ്ച്ച് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ 11 ഇഞ്ചിനേക്കാളും വിട്ട് ഒരു 3 ഇഞ്ച് ഒരു സൈഡിലേക്ക്, കുക്ക് വെക്കേണ്ട ഒരു സൈഡിലേക്ക് 3 ഇഞ്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പീസും ഇവിടം വരെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് നോക്കിയോളോ. ഈ 2 പീസും ഒരുമിച്ച് വെച്ച് ഈ 11 ഇഞ്ച് കണ്ടതിൻ്റെ അവിടം വരെയാണ് നമ്മൾ 2 പീസ് ഒരുമിച്ച് വെട്ടണത്. അത് കഴിഞ്ഞിട്ട് ഈ മുകളിലത്തെ പീസ് മാത്രം എടുത്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ? പിന്നെ നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് നേരെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പാറ്റേൺ ഒക്കെ ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം.